യോഗ ലൈഫ് സ്റ്റൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്ക് പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു 3-4 യോഗാസനങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. വജ്രാസനത്തിലിരിക്കുക. ഒന്നാമത്തെ യോഗാസനം എന്ന് പറയുന്നത് മാർജാരാസനം അല്ലെങ്കിൽ ക്യാറ്റ് പോസ്. കൈയുടെ അകലത്തിൽ കാൽമുട്ടുകൾ അകത്തി വയ്ക്കുക, അതേപോലെ തന്നെ കൈകളും അകത്തി വയ്ക്കുക. നടുവ് ബെൻഡ് ചെയ്യുക, നോട്ടം നേരെ. ശ്വാസം എടുത്തുകൊണ്ട് തലയകത്തേക്ക് നടുവ് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് തലവെളിയിലേക്ക് നടുവ് ബെൻഡ് ചെയ്യുക. ഒരു 3-4-5 പ്രാവശ്യം വരെ ഇത് ചെയ്യാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് തലയകത്തേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് വെളിയിലേക്ക്. നടുവേദന, പുറം വേദന, കഴുത്തുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഒരു യോഗാസനം നല്ലൊരു പരിഹാരമാണ്. രണ്ടാമത്തെ യോഗാസനത്തിലേക്ക് പോകാൻ നമുക്ക്. അടുത്തതായിട്ട് ഭുജംഗാസനം അല്ലെങ്കിൽ കോബ്ര പോസ്. ചെസ്റ്റിൻ്റെ സൈഡിലായിട്ട് കൈകൾ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ടിന് മുകളിലോട്ടുള്ള ഭാഗം ഉയർത്തുക, മുകളിലേക്ക് നോക്കുക. ഒരു പാമ്പ് പത്തി വിടർത്തുന്നത് പോലെ ഉള്ളത് കൊണ്ടാണ് ഇതിന് കോബ്ര പോസ് അല്ലെങ്കിൽ ഭുജംഗാസനം എന്നുള്ള പേര് വന്നത്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഒരു 3-4-5 പ്രാവശ്യം ഇത് പരിശീലിക്കാവുന്നതാണ്. പൂർണ്ണമായിട്ടും അരക്കെട്ടിന് മുകളിലോട്ടുള്ള ഭാഗം ഉയർത്താൻ സാധ്യമാകാത്തവർ ഒരുപാട് ഉയർത്തണമെന്നില്ല, കഴിയുന്ന രീതിയിൽ മാത്രം ഉയർത്തിയാൽ മതി. ശേഷം മകരാസനത്തിൽ റിലാക്സ് ചെയ്യുക. കാലുകൾ അകത്തി വെച്ച് റിലാക്സ് ചെയ്യുക. രണ്ടാമത്തെ യോഗാസനം എന്ന് പറയുന്നത് നൗകാസനം. കൈകൾ നീട്ടി വയ്ക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ കാലുകൾ അരക്കെട്ടിന് മുകളിലോട്ടുള്ള ഭാഗം ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഒരു 3-4-5 തവണ ഇത് പരിശീലിക്കാവുന്നതാണ്. ബാക്ക് പെയിൻ റിലീഫിന് ഇതും നല്ല ഒരു യോഗാസനമാണ്. റിലാക്സ് ചെയ്യുക. മകരാസനത്തിൽ ഓരോ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷവും റിലാക്സ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അടുത്തതായിട്ട് സർപ്പാസനം. കൈകൾ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക, പുറകിലായിട്ട്. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ടിന് മുകളിലോട്ടുള്ള ഭാഗം ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഇതും ഒരു 3-4-5 തവണ പരിശീലിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭുജംഗാസനം പരിശീലിച്ചാലും ആ ഒരു ബാക്ക് പെയിൻ റിലീഫ് ഉണ്ടാകുന്നതാണ്. മകരാസനത്തിൽ റിലാക്സ് ചെയ്യുക. അടുത്തതായിട്ട് ഏകപാദ ശലഭാസനം. തലവിരലകത്തേക്ക് വയ്ക്കുക, ബാക്കിയുള്ള വിരലുകൾ മടക്കുക, തുടയുടെ അടിയിലോട്ട് കയറ്റി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ കാല് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഒരു 3 പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യാം. വലത്തെ കാല് ഒരു 3 പ്രാവശ്യം ചെയ്യാം. അതേപോലെ തന്നെ ഇടത്തെ കാലും ഒരു 3 പ്രാവശ്യം ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വേണം കാല് ഉയർത്താൻ, ശ്വാസം വിട്ടുകൊണ്ട് വേണം കാല് താഴെ. ഒരുപാട് ഉയർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രം കാല് ഉയർത്തിയാൽ മതിയാകും. അതിനുശേഷം മകരാസനത്തിൽ വീണ്ടും റിലാക്സ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ നമസ്കാരം.